ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ ചാന്ദമംഗല്ലൂർ മഹല്ല് നിവാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുമ്പേ മൺമറഞ്ഞു പോയ നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും മഗ്ഫിറത്തും റഹ്മത്തും സ്വർഗവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നമുക്കിടയിൽ നിന്ന് വിട പറഞ്ഞു പോയ അബ്ദുൽ ഗഫൂർ ഹാജി അവറുകൾ നമുക്കൊക്കെ വളരെയേറെ പ്രയാസമുണ്ടാക്കുന്ന ഒരു മരണമാണ് സംഭവിച്ചത്. നമുക്കറിയാം, നമ്മുടെ ചാന്ദമംഗലൂർ പ്രദേശത്ത് ഇതിന് മുമ്പ് പല ആളുകളും യാദൃശ്ചികമായ മരണത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ അത് കണ്ടവരാണ്. അങ്ങനെ നമുക്ക് മുമ്പേ കടന്നുപോയ, അകാല മരണം സംഭവിച്ച് കടന്നുപോയ നമ്മുടെ സഹോദരന്മാർ, അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട ഗഫൂർക്ക ഒട്ടേറെ നന്മയുടെ അടയാളപ്പെടുത്തലുകൾ ബാക്കി വെച്ചുകൊണ്ടാണ് നമ്മെ വിട്ടുപിരിഞ്ഞത്. കുടുംബത്തിന് താങ്ങാനാവാത്തതാണ്, അതുപോലെ നമ്മുടെ നാട്ടിനും വലിയ നഷ്ടവുമാണ്. നമുക്കറിയാം, ഗഫൂർക്ക വല്ലാത്തൊരു ഇടപെടലായിരുന്നു എല്ലാ അർത്ഥത്തിലും. നമ്മൾ മൊത്തത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് വായിക്കുമ്പോൾ സമ്പത്ത് കൊണ്ട്, പണം കൊണ്ട് അദ്ദേഹം വിജയിച്ചു. അത് വേണ്ട വിധം, വേണ്ട സമയത്ത് ആവശ്യക്കാർക്ക് നൽകുന്നതിലും, കുടുംബത്തിനാവട്ടെ, നാട്ടിലാവട്ടെ, പരിചയക്കാർക്കാവട്ടെ, ആർക്കായാലും സമ്പത്ത് കൊണ്ട്, ഇനി പള്ളിക്ക് വേണ്ടിയാവട്ടെ, മദ്രസയ്ക്ക് വേണ്ടിയാവട്ടെ, പൊതുവായ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാവട്ടെ, എല്ലാറ്റിലും ആ സമ്പത്ത് വിനിയോഗിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു. എന്നോട് തന്നെ പല സമയത്തും പറയലുണ്ട്, വയസ്സേ, നമ്മൾ ഉള്ളതനുസരിച്ച് എന്തെങ്കിലും കൊടുത്താലേ നമുക്കുണ്ടാവുകയുള്ളൂ എന്ന്. അത് അദ്ദേഹം മനസ്സിലാക്കി വെച്ച വലിയൊരു സംഗതിയാണ്. അത് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വലിയൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ സാക്ഷാത്കാരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും. എന്തെങ്കിലും നമ്മൾ കുടുംബത്തിനായാലും മറ്റുള്ളവർക്കായാലും ഉള്ളതനുസരിച്ച് നമ്മൾ കൊടുത്താൽ നമുക്കുണ്ടാകുമെന്ന് പല സമയത്തും അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അതുപോലെ ഇബാദത്ത് കൊണ്ട് അദ്ദേഹം വിജയിച്ചു. ഇബാദത്തിലെ നിസ്കാരം, അത് പരമാവധി കൃത്യമായി നിർവഹിക്കാൻ അദ്ദേഹം ശ്രമിച്ചു, നമുക്കറിയാം. അതുപോലെ മറ്റുള്ള അമലുകൾ, ജുമാ, നമുക്കറിയാം, വെള്ളിയാഴ്ചയൊക്കെ അദ്ദേഹം സുബഹിൻ്റെ സമയത്ത് പള്ളിയിൽ വന്നാൽ നിസ്കാരശേഷം സൂറത്തുൽ കഹ്ഫ് ഓതലുണ്ടായിരുന്നു. ഞാൻ പല തവണ കണ്ടിട്ടുണ്ട്. ഇതുപോലെ തിരക്കൊക്കെ ഉണ്ടെങ്കിൽ പോകുമെന്നല്ലാതെ അല്ലാത്ത സമയത്ത് ഇരുന്നിങ്ങനെ ഓതി ഇങ്ങനെ പ്രയാസപ്പെട്ടാണെങ്കിൽ ഓതി എന്താക്കും, അത് ഓതി തീർക്കും. രാവിലെ തീർന്നില്ലെങ്കിൽ മറ്റൊരു സമയത്ത് ഓതും. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഈ ഇബാദത്തിൻ്റെ മേഖലയുള്ള ശ്രദ്ധയായിരുന്നു. ഞാൻ പറയുന്നത്, അതിൽ അദ്ദേഹം വിജയിച്ചു. അവസാനം ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമൽ എന്നതുപോലെ ഹജ്ജ് നിർവഹിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം നിർവഹിച്ചു. അദ്ദേഹം ഹജ്ജിന് പോയ സമയത്ത് അവിടെ വെച്ചുകൊണ്ട് എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ആ വോയിസ് ഞാൻ ഇന്നലെ നേരത്തെ കേട്ടു. വല്ലാത്തൊരു വാക്കുകളായിരുന്നു. അൽഹംദുലില്ലാഹ്, റാഹത്താണ്, ഹജ്ജിലേക്ക് പ്രവേശിക്കുകയാണ്, എല്ലാം റാഹത്തിലാവാൻ ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ വോയിസ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഓർക്കുകയാണ്. അതേപോലെ ഹജ്ജ് കഴിഞ്ഞ് വന്നതിന് ശേഷവും പറഞ്ഞു, റാഹത്തായി എല്ലാം കഴിഞ്ഞ് വന്നു എന്ന് പറഞ്ഞ വോയിസും ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഞാൻ പറയുന്നത്, അങ്ങനെ ഓരോ കർമ്മങ്ങളിൽ, ശാരീരികമായ ഇബാദത്തുകളും അദ്ദേഹം വിജയിച്ചു. അവസാനം നിങ്ങൾ നോക്ക്, അദ്ദേഹം വന്നു ചേർന്നത് ഇബാദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായ ജമാഅത്ത് നിസ്കാരത്തിലേക്കാണ്. ഒരാൾ ജമാഅത്തിന് വേണ്ടി തയ്യാറായി പുറപ്പെട്ടാൽ അയാൾക്ക് ജമാഅത്തിൻ്റെ പ്രതിഫലമാണ് എന്നാണ്, നിസ്കരിക്കുന്നതിന് മുമ്പേ പ്രതിഫലമാണ് എന്നാണ്. പക്ഷെ അദ്ദേഹം വീട്ടിൽ നിന്ന് പുറപ്പെട്ടു,
ഒരു 3/4 കിലോമീറ്ററാണ് പള്ളിയിലേക്കുള്ളത് എങ്കിൽ അദ്ദേഹം ഏകദേശം അതിൻ്റെ 80% കടന്ന്, അഥവാ പള്ളിയോടാണ് കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. അതും വലിയ ഒരു നന്മയാണല്ലോ. അപകടം അത് മരണത്തിൻ്റെ ഒരു നിമിത്തമായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതൊരു കാരണം മാത്രം. ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളൊരു കഥ പറയുന്നുണ്ട്. ഇസ്രായേൽ സമൂഹത്തിലൊരു കഥ. ഒരാൾ 100 ആളെ കൊന്ന ഒരാൾ, ദോഷിയായൊരു മനുഷ്യൻ. ആ മനുഷ്യന് പശ്ചാത്താപം നന്നാവണമെന്ന ഒരു ചിന്തയിൽ ഒരു പണ്ഡിതനോട് ചോദ്യം ചോദിച്ചു. അങ്ങനെ ആ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകാൻ പറഞ്ഞു. ചുരുക്കി പറയുക, അദ്ദേഹം അങ്ങനെ ആ ദോഷം ചെയ്ത നാട്ടിൽ നിന്ന് നാട് വിട്ടു നന്നാവാൻ വേണ്ടി മറ്റൊരു നാട്ടിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ട് വഴിയിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുകയാണ്. ആ സമയത്ത് അദാബിൻ്റെ മലക്കുകൾ, ശിക്ഷയുടെ മലക്കുകൾ, നരകത്തിൻ്റെ മലക്കുകൾ, സ്വർഗത്തിൻ്റെ മലക്കുകളും അവിടെ വന്നു ചേർന്നു എന്നാണ്. അവർ തർക്കം പിടിച്ചു. ഈ മനുഷ്യനെ ഞങ്ങൾ കൊണ്ടുപോകും നരകത്തിൻ്റെ അദാബിൻ്റെ മലക്കുകൾ, അതല്ല ഞങ്ങൾ കൊണ്ടുപോകും സ്വർഗത്തിൻ്റെ മലക്കുകൾ, റഹ്മത്തിൻ്റെ മലക്കുകൾ. അങ്ങനെ തർക്കമായപ്പോൾ അവിടെ പരിഹാരമായിട്ട് അള്ളാഹു അറിയിച്ച ഒരു വിഷയം എന്താണെന്നറിയോ? അദ്ദേഹം വന്ന നാടും എങ്ങോട്ടാണോ പോകുന്നത് ആ നാടും തമ്മിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഏതിനോടാണോ അതിലേക്ക് ചേർത്തുകൊണ്ട് അയാളെ കൊണ്ടുപോകുക എന്ന്. അപ്പോൾ അദ്ദേഹം എത്തിച്ചേരാൻ നന്നാവാൻ ഉദ്ദേശിച്ച ആ നാടിനോട് ഒരു മുഴം മാത്രമേ അദ്ദേഹം കൂടുതലായിട്ട് അടുപ്പമുള്ളൂ. അങ്ങനെ അദ്ദേഹം അഥവാ നന്മയോട് കൂടുതൽ അടുക്കുന്ന, നന്നാവാൻ ഉദ്ദേശിച്ച നാടിനോട് കൂടുതൽ അടുത്തതുകൊണ്ട്, വളരെ കുറഞ്ഞ രീതിയിൽ അടുപ്പം കൂടുതലുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്വർഗത്തിൻ്റെ അവകാശിയായിട്ട് അള്ളാഹു പ്രഖ്യാപിച്ചു എന്ന് മുഹമ്മദ് മുസ്തഫ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഗഫൂർക്ക ഒരുപാട് സുഹൃത്തുക്കൾ ചെയ്യുന്ന മനുഷ്യനാണ്. അക്കൂട്ടത്തിൽ അവസാനം ഞാൻ മനസ്സിലാക്കുന്നത്, വീട്ടിൽ നിന്ന് വന്നപ്പോൾ സുബഹിൻ്റെ സമയത്ത് വുളുവോടുകൂടി വന്ന്, അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ്, പള്ളിയിലേക്ക് നേരെ വന്ന് കാല് കഴുകി അങ്ങനെ കയറലാണ്. വുളുവോടുകൂടിയാണ് അദ്ദേഹം യാത്ര ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ ഒരു വലിയ സുഹൃതമാണ്. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത്, ഇബാദത്തുകളെ കൊണ്ട് അദ്ദേഹം വിജയിച്ചു എന്നുള്ളതാണ്. സമ്പത്ത് കൊണ്ട് വിജയിച്ചു, ഇബാദത്ത് കൊണ്ട് വിജയിച്ചു, കുടുംബപരമായ ബന്ധങ്ങളെ കൊണ്ടും അദ്ദേഹം വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്താ കാരണം? കുടുംബത്തിൽ ഞാൻ കണ്ട കാര്യമാണ്, ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ പറയുന്നത്. കുടുംബത്തിൽ ഏതൊരാൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആ വീട്ടിലെ ആളേക്കാൾ കൂടുതൽ അദ്ദേഹം മുന്നിലുണ്ടാകും. എല്ലാം കൊണ്ടും, ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും എല്ലാം കൊണ്ടും ഓടിയെത്തും. അവിടെ ഓടിയെത്തും. അതിന് വേറെ ആലോചനയില്ല. എൻ്റെ പണം തീർന്നു പോകുമോ എന്ന് വേച്ചാറില്ല, എൻ്റെ പണി മുടങ്ങിപ്പോകുമെന്ന് വേച്ചാറില്ല. എനിക്ക് ഓർമ്മയുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ ഷഫീഖ് മൗലവിയുടെ ഉപ്പ മരണപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ രാത്രി ഏകദേശം 11-12 മണിയായിട്ടുണ്ട്. ആ സമയത്ത് ഷഫീഖ് മൗലവി അറിയിക്കാതെ സുഖമില്ല എന്ന് പറഞ്ഞിങ്ങനെ ഗഫൂർക്കായെ വിളിച്ചു. അങ്ങനെ ആ സമയത്ത് പെട്ടെന്ന് പോവുകയാണ്. നാളെ എനിക്ക് രാവിലെ എണീറ്റ് എൻ്റെ പണിക്ക് പോകാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അത് മുടങ്ങിപ്പോകുമോ എന്ന ആലോചനയൊന്നുമില്ല. അദ്ദേഹം പെട്ടെന്ന് തയ്യാറാവുകയാണ്. വണ്ടിയെടുത്ത് ആ സമയം തന്നെ ആ നടുവണ്ണൂർ പ്രദേശത്തേക്ക് യാത്ര ചെയ്തൊക്കെ ഞാൻ ഓർക്കുക. ഞാൻ പറയുന്നത്, ഒരു കാര്യം ചെയ്യുമ്പോൾ സ്വന്തമായി മറ്റുള്ള എന്തെങ്കിലും കാര്യം, സ്വന്തം കാര്യം മുടങ്ങിപ്പോകുമോ എന്ന ബേജാറില്ല. അങ്ങനെ കുടുംബത്തിൻ്റെ കാര്യം തന്നെ, ഒരാൾക്ക് അസുഖമായാൽ ഹോസ്പിറ്റലിൽ ഓടിയെത്തും, അവിടെ മുന്നിലുണ്ടാകും, എല്ലാം കൊണ്ടും ഉണ്ടാകും. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വലിയ, ഞാൻ പറയുന്നത് ഈ ഒരു രീതിയിലും അദ്ദേഹം വിജയിച്ചു. പള്ളിയുടെ കാര്യം, മദ്രസയുടെ കാര്യം, അതിൽ നമ്മൾ പള്ളിയിൽ നിന്ന് പറയപ്പെട്ടത് നമ്മൾ കേട്ടല്ലോ. പള്ളിയുടെ വിഷയത്തിൽ ഓരോ കാര്യത്തിലും അദ്ദേഹം ശരീരം കൊണ്ട് വല്ലാതെ ഇടപെട്ടു, നല്ലോണം അധ്വാനിക്കും, പണം കൊണ്ട് ഇടപെട്ടു, നല്ലോണം എല്ലാറ്റിലും. ഒരു പ്രഭാഷണം നടക്കുമ്പോൾ, ഇനി നബിദിനമായി നടക്കുന്ന പരിപാടി നടക്കുമ്പോൾ, റമദാനിൽ പരിപാടി നടക്കുമ്പോൾ, നോമ്പുതുറ നടക്കും, എവിടെയും സജീവമായ സാന്നിധ്യമാണ്. അതിൻ്റെ എ മുതൽ സെഡ് വരെ ഓരോന്നിലും ഒരു പരിപാടി തുടങ്ങിയാൽ അതിൻ്റെ അവസാനം പാത്രങ്ങൾ ചെമ്പ് കഴുകി വൃത്തിയാക്കി അതതിൻ്റെ ഭാഗത്ത് എത്തിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും സജീവമായ സാന്നിധ്യം വിയർപ്പൊഴുക്കി അദ്ദേഹം ഉണ്ടായി എന്ന് പറയുമ്പോൾ, ഒരുപാട് പൊതുവായ സുഹൃത്തുക്കളെ കൊണ്ട്, ഇനി നാട്ടിലെ പൊതുവായ കാര്യങ്ങളിൽ, ചാരിറ്റി പ്രവർത്തനങ്ങൾ, മറ്റുള്ള ഓരോ കാര്യങ്ങളിലും അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞു. അതൊക്കെ യാഥാർത്ഥ്യമായി അദ്ദേഹം വിജയിച്ചതാണ് എന്ന് സാക്ഷ്യപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ മരണം. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ ആയിരങ്ങൾ ഒഴുകിയെത്തിയത് അതിൻ്റെ അടയാളമാണ്. ഞാൻ പറയുന്നത് കേട്ടോ, ഗഫൂർ മാഷ് പറയുന്നത് കേട്ടോ,
ഇപ്പോൾ ചേന്നമംഗലൂർ പ്രദേശത്ത് ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു അനുസ്മരണ പരിപാടിക്ക് ഇത്രയേറെ ആളുകൾ ഒരുമിച്ച് കൂടിയത് ഓർമ്മയില്ല എന്ന് ഞാൻ പറയുന്നത് കേട്ടു. ഗഫൂർ മാഷ് പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ ആ ബന്ധങ്ങളും ആ സുഹൃതങ്ങളുടെയും അടയാളമാണ്. ഏതായാലും അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറയുന്നത് അദ്ദേഹം എന്തുകൊണ്ടും ഒരുപാട് നന്മയുടെ ഉടമയായിരുന്നു. ഇസ്ലാമികമായ വിശാലമായ അറിവൊന്നുമില്ല എങ്കിലും ഉള്ള അറിവിൽ പരമാവധി പറ്റാവുന്ന ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. മാത്രമല്ല, അറിയാത്ത കാര്യം ചോദിക്കുന്നതിൽ യാതൊരു മടിയുമില്ല. സുബൈൻ്റെ സമയത്തായാലും ഖുർആൻ ഓതുന്ന റമദാനിലായാലും ഓതുന്ന സമയത്ത് ഖുർആനിൽ എന്തെങ്കിലും ചെറിയൊരു സംശയമൊക്കെ വന്നാൽ, അതായത് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ ഓതാൻ പറ്റാത്തതോ എന്തെങ്കിലും സംശയം വന്ന് ഉടൻ തന്നെ ആ ഖുർആൻ എടുത്തുകൊണ്ട് വിരളി വെച്ച് ഇങ്ങനെ വന്ന് ചോദിക്കും, ഫൈസി ഇവിടെ എന്തെന്നാ ഇങ്ങനെ ഓതുക, ഇവിടെ ഇങ്ങനെ ഇതെന്തെങ്കിലും അടയാളം കാണുന്നത് ഇതെന്താണ്? അങ്ങനെ യാതൊരു മടിയുമില്ല അതിനൊന്നും. അദ്ദേഹത്തിൻ്റെ മക്കളുടെ വിഷയത്തിൽ ഞാനന്ന് അവിടെയുള്ള സമയത്തൊക്കെ ആ കുട്ടികൾ 2 ആൺകുട്ടികളുണ്ടല്ലോ, ആ ആൺകുട്ടികളുടെ വിഷയത്തിലൊക്കെ ഇങ്ങനെ എന്നോട് പറയും, ഫൈസി എൻ്റെ മക്കളോട് പറയണേ, ഓല സുബൈക്ക് നമുക്ക് ഇവിടെ എത്തിക്കണം, പള്ളിയിൽ നടക്കുന്ന പരിപാടിയിലൊക്കെ അവരെ എത്തിക്കണം, പരമാവധി അവരെ പങ്കെടുപ്പിക്കണം. ഇങ്ങനെ അവർ വലിയ താല്പര്യമായിരുന്നു. കുട്ടികളിലൊക്കെ വലിയ പ്രതീക്ഷ അർപ്പിച്ചവരായിരുന്നു പ്രിയപ്പെട്ട ഗഫൂർ ഖാൻ. സാന്ദർഭികമായ കുട്ടികളോട് ഞാൻ പറയാം, നമ്മുടെ പ്രിയപ്പെട്ട ആ 2 മക്കളോട്, ആൺകുട്ടികളോട് പറയാം, കുട്ടികളെ നിങ്ങൾ പരമാവധി വെള്ളിയാഴ്ച നമ്മുടെ പള്ളിയിലെത്തുമ്പോൾ ജുമാക്ക് ശേഷം നിങ്ങളെ ഉപ്പാൻ്റെ അടുക്കൽ പോയി സലാം പറഞ്ഞ് ചെറിയൊരു ദുആ നടത്തിയിട്ട് നിങ്ങൾ പോകണം. അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സുഹൃതമാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഞാൻ പറയുന്നത് എല്ലാ അർത്ഥത്തിലും വിജയിച്ചൊരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ വലിയൊരു നേട്ടം. ഇതിനേക്കാളപ്പുറത്ത് ദുനിയാവിൽ സ്വർഗം നേടാനുള്ള ഒരു സംഗതി എന്ന് പറയുന്ന അദ്ദേഹത്തിൽ ഞാൻ നേരിട്ട് കണ്ട വിഷയമാണ് വാപ്പയും ഉമ്മയും നെഞ്ചിലേറ്റി എന്നത്. വാപ്പാക്കും ഉമ്മാക്കും അസുഖമായ സമയത്ത് അതിനു വേണ്ടി വളരെയേറെ കഠിനാധ്വാനം ചെയ്ത് അവരുടെ ശുശ്രൂഷകൾക്കും വേണ്ടി അവരുടെ പരിചരണത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തു. വീട്ടിലുള്ളവരെ കൂട്ടി, വീട്ടിലെ മറ്റ് സഹോദരന്മാരെ, മറ്റു ബന്ധപ്പെട്ടവരെ കൂട്ടി അതിൻ്റെ മുൻപന്തിയിൽ നിന്ന് വൃത്തിയാക്കുന്നതിലും കുളിപ്പിക്കുന്നതിലും വേണ്ട ഓരോ കാര്യത്തിലും വളരെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് അവർ രോഗമായി കിടക്കുന്ന റൂമൊക്കെ ഏത് സമയത്തും നല്ല വൃത്തിയും എന്ന് പറഞ്ഞാൽ അതിൽ വലിയ ശ്രദ്ധയും അതിനുവേണ്ടി നല്ലോണം പണിയെടുക്കുകയും ചെയ്തിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, പള്ളിയിൽ സുബഹിക്ക് വന്നാൽ ഉടൻ തന്നെ നിസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ പോകും. വായിച്ചിൻ്റെ അടുത്ത് പോട്ടെ, അതൊക്കെ നമുക്ക് റെഡിയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ പറയുന്നത് അത് 1-2 ദിവസമല്ല, ഒരു കൊല്ലല്ല, വർഷങ്ങളോളം ഇത് ചെയ്തു, നമ്മൾ കണ്ടതല്ലേ. ഞാൻ പറയുന്നത് അതിലൊക്കെ ഒരു മടിയോ ഒന്നുമില്ലാതെ എല്ലാ സമയത്തും അദ്ദേഹം മക്കളെയൊക്കെ കൂട്ടി അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരെ കൂട്ടി അത് ചെയ്യുന്ന വിഷയത്തിൽ അദ്ദേഹം വിജയിച്ചു. ഉമ്മാൻ്റെ കൽക്കയിലാണ് സ്വർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം വിജയിച്ചു, ദുനിയാവിൽ തന്നെ വിജയിച്ചു. ഇപ്പോൾ അത് അദ്ദേഹം ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ചാരത്ത് കിടക്കുന്നത് എങ്ങനെ സ്വർഗസമാനമായ കിടത്തം. ദുനിയാവിൽ ഉപ്പായും വായിച്ചി എന്ന് പറയാം, ഇമ്മനെ തിന്ന് പോട്ടെ എന്ന് പറയാം, ഇമ്മൻ്റെ തിന്ന് പോട്ടെ എന്ന്. അങ്ങനെ ആ മാതാപിതാക്കളുടെ മുമ്പിൽ പോയി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അവർ മരിച്ച് അതിനുശേഷം നമുക്കറിയാം പല സമയങ്ങളിലും ആ ഖബറിൻ്റെ അടുക്കൽ പോയി ഇങ്ങനെ സിയാറത്ത് ചെയ്യും, വെള്ളിയാഴ്ചയും അല്ലാത്ത സമയത്തും ഒക്കെ ഇങ്ങനെ സിയാറത്ത് ചെയ്യും. അതൊക്കെ അദ്ദേഹം ഏറ്റെടുത്ത് ചെയ്തൊരു കാര്യമാണ്. പറയുന്നത് അതിനും അദ്ദേഹം വിജയിച്ചു. അപ്പോൾ ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ, നന്മകൾ പറയണം. പ്രയാസമുള്ള ഒരാൾ ഒരു വിഷയം പറഞ്ഞാൽ അത് നടക്കൂല എന്ന് അദ്ദേഹം പറയലില്ല. എന്തെങ്കിലുമൊക്കെ വഴി അദ്ദേഹം കാണും, എന്തെങ്കിലും ഒരു വഴി അദ്ദേഹം കാണും. ഒരാൾ 5000 രൂപ അത്യാവശ്യമാണല്ലോ എന്ന് പറഞ്ഞാൽ അതിനെന്തെങ്കിലും ഒരു വഴി അദ്ദേഹം ഉണ്ടാക്കും. കയ്യിലുണ്ടെങ്കിൽ അപ്പം കൊടുക്കും, അല്ലെങ്കിൽ നിമിഷങ്ങൾ, മണിക്കൂറുകൾ അല്ലെങ്കിൽ മിനിറ്റുകൾക്കകം അതിന് പരിഹാരം ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ശ്രമിക്കും. ഒരിക്കലും അദ്ദേഹം എന്താവില്ല, ചോദിച്ചവരെ ഒരിക്കലും അദ്ദേഹം ഒരു പ്രയാസം ഉണ്ടാകുന്ന രീതിയിൽ മറുപടി പറയാനില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകിയ തൗഫീഖാണത്, അള്ളാഹു നൽകിയ അപാരമായ തൗഫീഖാണത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ദുനിയാവിൽ ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ട്, സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് അദ്ദേഹം അതിൽ വിജയിച്ചു എന്നുള്ളതാണ്.
ആ വിജയത്തിൻ്റെ അടയാളമാണ്. മാത്രമല്ല അദ്ദേഹം സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ മുറുകെ പിടിച്ചു. അദ്ദേഹം ഈ ചേന്ദമംഗലം പ്രദേശത്ത് നമുക്കറിയാം വ്യത്യസ്തങ്ങളായ ആദർശമുള്ളവരുണ്ട്, അവരുടെ കൂടെ ജീവിക്കും. പക്ഷേ ഈ ആദർശത്തിലും സുന്നി ആദർശത്തിൽ അദ്ദേഹം അത് പറയുന്നതോടൊപ്പം അത് ചെയ്ത് കാണിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മനോഹരമായ മജ്‌ലിസുകൾ നടക്കും, ഉമ്മാൻ്റെ പേരിൽ ഉപ്പാൻ്റെ പേരിൽ നടക്കും, ആണ്ടറുതി എല്ലാം നടക്കും കൃത്യമായിട്ട്. അതൊക്കെയും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് മൗലിദ് മാസങ്ങളിൽ അതിനൊക്കെ പ്രത്യേകമായി അദ്ദേഹം സമയം കണ്ടു. ഞാൻ പറയുന്നത് സുന്നത്ത് ജമാഅത്തിൻ്റെ വിഷയത്തിലും പ്രവൃത്തിയിലൂടെ തന്നെ അത് കാണിച്ചു കൊടുത്തു. എല്ലാ അർത്ഥത്തിലും വലിയ സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് നന്മകൾ ചെയ്തുകൊണ്ട് ജീവിതകാലം ധന്യമാക്കാൻ സാധിച്ച അദ്ദേഹത്തിൻ്റെ മരണവും അതിന് സാക്ഷിയായി. ഒട്ടേറെ മുഅ്മിനീങ്ങൾ ജനാസ നിസ്കരിച്ച് ദുആ ചെയ്തു. ഇന്നത്തെ വെള്ളിയാഴ്ച ഒട്ടേറെ പള്ളികളിലേക്ക് ജനാസ നിസ്കരിക്കാൻ വേണ്ടിയുള്ള സന്ദേശം നമ്മൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതൊക്കെ വലിയ സുഹൃതങ്ങളാണ്. അപ്പോൾ ഏതായാലും കുടുംബത്തിന് വലിയ പ്രയാസമുണ്ട്. ഞാൻ പറഞ്ഞു, കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു അദ്ദേഹം. ചേന്ദമംഗല്ലൂരിൻ്റെ വളരെ കൃത്യമായ ഇടപെടലിൻ്റെ എന്ന് പറഞ്ഞാൽ ചേന്ദമംഗല്ലൂരിൻ്റെ വലിയ ഒരു എന്താ പറയുക, പ്രത്യേകിച്ച് മസ്ജിദുൽ ഫാറൂഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ വലിയ ഇടപെടൽ നടത്തുന്ന, വലിയ സാന്നിധ്യം അറിയിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. എല്ലാ അർത്ഥത്തിലും നന്മകളെ കൊണ്ട്, മുഖരിതമായ സുഹൃതങ്ങളെ കൊണ്ട്, ഒരുപാട് സുഹൃതങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സഞ്ചരിച്ച അദ്ദേഹം ഇന്ന് ആരുടെ മണ്ണിലാണ്? ഇന്നല്ലെങ്കിൽ നമ്മളും നാളെ ഇതുപോലെ യാത്ര പറയുന്നവരാണ്. ആ ഒരു സന്ദേശം, ആ ഒരു ചിന്തയാണ് നമുക്കിതിലൊക്കെ ഉണ്ടാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ക്ഷമ നൽകുകയും ഖൈറായ ഉന്നതരായ പകരക്കാരെ നൽകുകയും ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അതുപോലെ അദ്ദേഹത്തിന് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അദ്ദേഹം ചെയ്ത സുഹൃതങ്ങളൊക്കെ ഒരുപാട് ഇരട്ടിയുള്ള നന്മകളായിട്ട് കൺകുളിക്ക് കാണിച്ചു കണ്ട് ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ചാരത്ത് കിടക്കുമ്പോൾ ആ ഒരു വലിയ സന്തോഷം, സ്വർഗീയമായ ആനന്ദവും സന്തോഷവും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.